കൃഷ്ണ 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 എന്താ ചെയ്യുന്നേ? കൃഷ്ണ നില വരും. നില ഞാൻ കൊണ്ടുവരാം. എന്നെ വിശ്വസിക്കേ. നാട്ടിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോവാ. ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം എനിക്ക്. അറിഞ്ഞോ അറിയാതെയോ കൃഷ്ണന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും ഒരു കൃഷ്ണനെയും നിലയും ഒരുമിപ്പിക്കേണ്ടത് ഇനി എൻ്റെ കടമയാണ്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിർത്തിക്കോ. എൻ്റെ ക്ലയൻറ്റാ. കേസ് തീരുന്നവരെ എവിടെ ഉണ്ടാവും? ഇതെന്താ, വീടാണോ അല്ല സത്രോ? സത്രം. പേര് രാജേന്ദ്രൻ, ഗ്രീൻ വാലി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാൻ. ഊട്ടിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലായി മൊത്തം 14 സ്കൂളുകൾ നടത്തുന്നുണ്ട്. സൊസൈറ്റിയിൽ അദ്ദേഹം ഒരു പ്രധാനിയാണ്. അദ്ദേഹത്തിന് 2 പെൺപിള്ളേരാ. മൂത്തയാളുടെ പേര് ഭാനുമതി. 5 വർഷം മുമ്പ് അച്ഛനെ എതിർത്ത് കല്യാണം കഴിച്ച് ഓടിപ്പോയി. രണ്ടാമത്തെ ആളുടെ പേര് ശ്വേത. US MBA പഠിച്ചിട്ട് ഇപ്പോൾ അച്ഛൻ നടത്തുന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റിൽ കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യുന്നു. അഡ്രസ് അറിയോ? യാ, ടെൽ മീ. സാറേ സാറിനെ കാണാൻ അനുരാധ എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിരിക്കുന്നു. എന്താ കാര്യം? അഡ്മിഷൻ വല്ലതും? വേണ്ട സാർ. എന്തെങ്കിലും ഡൊണേഷൻ? നിങ്ങൾ വന്ന കാര്യം പറ. ഇത് ഫാക്സ് അയക്കണം. ഓക്കെ സാർ. സാർ, എനിക്ക് കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത്. ഞാനും നിങ്ങളും തമ്മിൽ എന്ത് പേഴ്സണൽ? എന്താ? ഭാനു. ഏത് ഭാനു? നിങ്ങളുടെ മൂത്ത മകൾ. എനിക്കാകെ ഒരു മോളേ ഉള്ളൂ. അവിടെ പേര് ശ്വേത. എന്തിനാ കള്ളം പറയുന്നേ? എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പൊ മുഖത്ത് നോക്കി സംസാരിക്കേ. സർ, നില നിങ്ങളുടെ അടുത്തുണ്ട്. ദയവായി. നീ പറയുന്നത് പോലെ നില എന്ന പേരുള്ള ആരും ഇവിടെ ഇല്ല. രമേശ് സർ. ടേക്ക് കെയർ. ഹവേ. നില എവിടെ? നിലയെ കാണണോ? മുകളിലുണ്ട്. പോ പോ. മുകളിലല്ലേ? കൈ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നില പെണ്ണാന്ന് കരുതിട്ടോ? എനിക്ക് വേണം. അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കണം. ഒരു അച്ഛനെയും മോളെ അകറ്റി ഇയാളെ നടുറോഡിൽ വിട്ടിട്ട് ഇപ്പൊ ഇല്ലെന്നാണോ പറയുന്നേ? ഇതെല്ലാം ചോദിക്കാൻ നീ ആരാ? ഇവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം? മൈൻഡ് യുവർ വേർഡ്സ്. ഞാനൊരു ലോയർ. കൃഷ്ണ ഒരു പാവമാണ്. ലോയർ ആണെങ്കിൽ കോർട്ടിൽ പോണം. കേസ് കൊടുക്ക്. ഒന്നും അറിയാതെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുത്. ഓ, അനു 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 അവിടെ നിൽക്കേ. അനു അനു അവിടെ നിന്നേനു. അനു, നീ എന്താ ചെയ്തത്? ഹേബിയസ് കോർപ്പസ്. കുട്ടിയെ കടത്തിക്കൊണ്ടുപോകൽ. ഈ ലോകത്തിൽ ആ കുട്ടി എവിടെയുണ്ടെങ്കിലും അവർക്ക് കോടതിയിൽ കൊണ്ടുവന്നേ പറ്റൂ. നമ്മൾ ആരോടാ മത്സരിക്കുന്നതെന്ന് അറിയാനു? അയാളോട് നമുക്ക് ഏറ്റുമുട്ടാനുള്ള ശക്തിയുണ്ടോ? കഴിയില്ല. അതിനെ ഇത്
രാജേന്ദ്രൻ സാർ അകത്തുണ്ടോ? ഇരുന്നോളൂ. നില, മോളിവിടെ എന്താ ചെയ്യുന്നേ? അച്ഛൻ എപ്പോ വരും ഇവിടേക്ക്? അച്ഛൻ അസുഖമായിട്ടിരിക്കുകയല്ലേ, അത് മാറുമ്പോ വരും മോളെ. എപ്പോഴാ അസുഖം മാറുന്നത്? എപ്പോഴാ വരുന്നത്? നാളെ വരും. ദിവസം ഇതല്ലേ പറയുന്നേ, എപ്പോഴാ വരുന്നേ? നാളെ എന്തായാലും വരാതിരിക്കില്ല. മുതലാളി ആരോ കാണാൻ വന്നിട്ടുണ്ട്. സാറേ, ഇത് ഹൈക്കോർട്ട് ഓർഡറാണ്. സാറായതുകൊണ്ടാണ് പേഴ്സണലായിട്ട് വന്നത്. ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ... എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത്? ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനാണോ? വക്കീൽ വേണോ? സോറി, ഞാനൊരു പ്രധാന കേസിൽ ബിസിയായിപ്പോ. ആ കേസ് നിർത്തണം, വിഡ്രോ ചെയ്തേര്. എന്തിന്? എന്താ കാര്യം? എന്തുണ്ടെങ്കിലും കോർട്ടിൽ കണ്ടോളന്നല്ലേ എന്ന് പറഞ്ഞത്? അവിടെ കാണാം. നീ ഹാൻഡിൽ ചെയ്യുന്ന കേസിൽ ഒരു ന്യായവും കാണുന്നില്ല. എന്ത് ന്യായത്തെക്കുറിച്ചാ പറയുന്നേ? ഒരു നല്ല കുടുംബം നശിപ്പിച്ചില്ലേ, അതാണോ ന്യായം? ഒരച്ഛനെയും മകളെയും വേർപെടുത്തിയില്ലേ, അത് ന്യായമാണോ? ആ മനസ്സിന്റെ വേദന എന്തെന്നറിയോ നിങ്ങൾക്ക്? മനസ്സിന്റെ വേദനയെ പറ്റി നീ എന്നോട് പറയുകയാണോ? ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനും. ബാലു, എന്റെ മൂത്ത മോള് കല്യാണമൊന്നും വേണ്ട, സമൂഹത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞവളാ. അച്ഛാ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതും എതിർത്തൊരു വാക്കുപോലും പറയാതെ വിളിച്ചോണ്ട് വാ മോളെന്ന് സന്തോഷത്തോട് പറഞ്ഞവനാ ഞാൻ. എന്നാ വിളിച്ചോണ്ട് വന്നത് ഇതുപോലൊരുത്തിനെയാ. ഞാൻ മാത്രമല്ല, ലോകത്തുള്ള ഒരച്ഛനും ഇതിന് സമ്മതിക്കില്ല. എന്നാ ഇവനെ വിശ്വസിച്ച് എന്റെ അന്തസ്, പണം, സ്റ്റാറ്റസ്, സ്നേഹം അതെല്ലാം ദൂരേക്കെറിഞ്ഞ് അവള് പോയി. ഇന്ന് അവളുടെ ഗതി ഇനി ആ കുഞ്ഞിനെ അവന്റെ കൊടുത്ത് അതിന്റെ ജീവിതം നശിപ്പിക്കണോ? സർ, നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ജീവിക്കാൻ പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആർക്കു വേണ്ടിയാണ് സംസാരിക്കുക? ഇനിയുള്ളതൊക്കെ കോർട്ടിൽ സംസാരിക്കാം, പ്ലീസ്. ഈ കേസ് ഓർത്ത് ഭയന്നോ? നിന്നെ കണ്ട് ഭയന്നിട്ടോ അല്ല ഞാനിവിടെ വന്നത്. ഈ കേസിൽ ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി പോയാലും ജയിക്കാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന പോലെ ഈ കേസ് അത്ര എളുപ്പം ജയിക്കാൻ കഴിയില്ല. മന്ദബുദ്ധിയായവർ കുട്ടികളെ വളർത്താമെന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. അറിയാം. അറിയാലോ, അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ഈ കേസ് എടുക്കുന്നത്? കാശും കിട്ടത്തില്ല, കേസും ജയിക്കത്തില്ല. അതുമാത്രമല്ല ഹേബിയസ് കോർപ്പസും. പ്രോമിസ് ചെയ്തതാ വിനു, നിലയെ തിരികെ കൊടുക്കാന്ന്. അത് നടക്കുമോന്നറിയില്ല. അറ്റ്ലീസ്റ്റ് നിലയെ കാണാനെങ്കിലും അനുവദിക്കണം. കൃഷ്ണൻ വന്നല്ലോ. നില, നില എവിടെ? നീ എവിടെയാന്ന് പറഞ്ഞ ഞാൻ അവിടെ വന്ന് വരാം. എന്ത് ചെയ്യുവാ? ഞാൻ അച്ഛനോട് സംസാരിക്കുക. നില പറയും, അമ്പിളി മാമനോട് പറഞ്ഞ എന്നോട് അത് പറയുമെന്ന്. എന്തെങ്കിലും കഴിച്ചോ? കഴിക്കാം, വാ. നില എപ്പോ വരും? അച്ഛൻ എപ്പോഴാ വരുന്നേ? നിന്റെ കുഞ്ഞിനെ നിനക്ക് രാവിലെ കാണാം. മണി എത്രയായി? പറഞ്ഞാലുടനെ അങ്ങ് മനസ്സിലാവും ഇപ്പം. അല്ല, നിലയെ കാണണം. നില വരും. ജീവിതത്തിൽ ഒരു തന്തമാര് പോലും ഇങ്ങനെ മക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ നില നില നില. നിക്ക്, വരും. സെട്രേട്ടാ, ഈ സഞ്ചിക്കകത്ത് തന്നെ ഉള്ളത്. അതിൻ്റെ അകത്ത് എന്താന്ന്? നിലയ്ക്ക് ചോറ്, ബിസ്ക്കറ്റ്, സെറ്റര്. നിലാവിനും സെറ്ററോ? സുഖമുള്ളവനെ പോലും ഭ്രാന്ത് പിടിപ്പിക്കുന്ന എനവാ. എക്സ്ക്യൂസ് മീ, കുട്ടിയെ കൊണ്ടുവന്നില്ലേ? ഇത് ഹേബിയസ് കോർപ്പസ് കേസ്. മാഡം, ആ കുട്ടി ഒരു മൈനർ കുട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അനു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിനു, നീ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോ. കൃഷ്ണ, വാ പോകാം. നില വരാൻ. ഐറ്റം നമ്പർ 78. കൊള്ളാവല്ലോ. ആരാ
ആരായി പുതിയത്? ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ കേസ് കാണാൻ വന്നു ഇപ്പൊ കേസ് വാദിക്കാറായോ? പ്രൊസീഡ്. മെലോഡ്, ഇത് ഹേബിയസ് കോർപ്പസ് ആണെന്ന് കോടതി ഉത്തരവിട്ടതിന് ശേഷവും ഇതുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. ഇത് നിയമത്തെയും കോടതിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. യെസ് പ്രൊസീഡ്. മര്യാദയ്ക്ക് 2 കേസ് പോലും തീർപ്പാക്കാത്തവര് എന്റെ 20 വർഷത്തെ സർവീസിനെ ചോദ്യം ചെയ്യുന്നത് ഇത് തമാശയായിട്ട് തോന്നും. തമാശയാണെങ്കിൽ കുട്ടിയെ കോടതിയിൽ കൊണ്ടുവരുന്നതിന് എന്തിനു ഭയക്കണം? മിസ്റ്റർ ബാഷിം, എന്താ കുട്ടിയെ കൊണ്ടുവരാഞ്ഞത്? മൈ ലോർഡ്, കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ എൻ്റെ കക്ഷി രാജേന്ദ്രനാണ്. സെക്ഷൻ നമ്പർ 7 ഓഫ് ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് പടി അദ്ദേഹത്തെ ഗാർഡിയനായി നിയമിച്ചതിനുള്ള ഉത്തരവ് കോടതി മുൻപാകെ ബോധിപ്പിക്കുന്നു. മൈ ലോർഡ്, കുട്ടിയുടെ അച്ഛൻ നാച്ചുറൽ ഗാർഡിയനായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ ലീഗൽ ഗാർഡിയനായിരിക്കാൻ കഴിയും? മൈ ലോർഡ്, അച്ഛനുണ്ട്, പക്ഷെ എങ്ങനെ ഉള്ളത്? അതെന്താ? അദ്ദേഹത്തിന് എന്താ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മൈ ലോർഡ്, കുട്ടിയുടെ അച്ഛന് ബുദ്ധി വളർച്ച ഇല്ലാത്തതാണ്. വാട്ട്? ആരാ പറഞ്ഞേ? ആരാ പറയേണ്ടത്? നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? അതിങ്ങടുത്ത്. സാർ അത് മൈ ലോർഡ്, കോടതി അപമാനിക്കുക മാത്രമല്ല എന്റെ പെറ്റീഷണറെ അപമാനിക്കുകയാണ്. എന്റെ പെറ്റീഷണർ കൃഷ്ണ നിങ്ങളെ പോലെയും എന്നെ പോലെയും നമ്മൾ എല്ലാവരെയും പോലെ ഒരാളാണ്. ഊട്ടിയുടെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എമറൽഡ് ചോക്ലേറ്റ് ഫാക്ടറി നടത്തുകയാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ മെന്റലി ചാലഞ്ച്ഡ് എന്ന് പറയുന്നത് അപമാനിക്കുന്നത് പോലെയാണ്. ഇറ്റ്സ് എൻ ഒഫൻസ് ഓഫ് ഡിഫമേഷൻ. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. ഉത്തരത്തെ മുട്ടുന്ന പോലെ വളർന്നിട്ട് യാതൊരു കാര്യമില്ല. തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ഉണ്ട വേണം. നീ അമിട്ട് പൊട്ടിക്കുന്ന പോലെ കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഭാഷ്യ സാറിന്റെ കൂടെയുള്ള വക്കീലന്മാര് എത്ര കാലം അയാളുടെ വീട്ടുജോലി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവൂ. വിനു പറഞ്ഞ പോലെ നല്ലയാൾക്കാരുടെ സമനില പോലും തെറ്റിക്കുന്നവനാ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൂട്ടിലൊന്ന് കയറ്റി നിർത്തിയാൽ മതി. നില അവിടെ വരും. മതി, ഇത് മാത്രം മതി. ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല. അന്നേരം എനിക്ക് അങ്ങനെ പറയണം തോന്നി. അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ എങ്ങനെ? അറിയാൻ മേലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുത്. തോന്നിയതല്ല പറഞ്ഞത്. ഒരു ഐഡിയ ഞാൻ പറയട്ടെ. അനു സ്വബോധത്തോടെ പറഞ്ഞതല്ലാന്ന് ഇവൾക്കൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പോരെ? പ്രിയ, ഇതല്ല. നീ വിചാരിച്ചാൽ സാധിക്കും. ഞാൻ എന്ത് ഹൈ ഡിയർ, മെസ്സേജ് തൻ്റെ അടുത്ത് നിന്ന് നീയാണോ മെസ്സേജ് അയച്ചത്? വിത്ത് കിസ്. ടെൽ മീ ഡിയർ, ഐ നോ യു വാണ്ട് ടു സേ സംതിങ്. പറയേ. കോളേജ് തൊട്ട് ഞാൻ ഇതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. പറയേ, ജസ്റ്റ് 3 വേർഡ്സ്. എന്റെ നിനക്ക് ജോലി ഉടനെ പോവും. അനു എന്നെ വഴക്ക് പറഞ്ഞിട്ട് ജോലിക്ക് ഇനി വരണ്ടെന്ന് പറഞ്ഞിരിക്കുക. കോളേജിലുള്ള സമയം തൊട്ട് ഞാൻ നിന്നോട് പറയാൻ തുടങ്ങിയതല്ലേ അവളുടെ കൂടെ പോയി ചേരരുതെന്ന്. അവളൊരു മർദ്ദ കുഞ്ഞ വട്ട് കേസ്. ശരി, നീ ഇപ്പൊ തന്നെ വാ, ഞാൻ ഞങ്ങളുടെ ടീമിൽ ചേർക്കാം. വാ, അവിടെ എല്ലാം ഞാൻ തീരുമാനിക്കുന്നേ. ഞാൻ പറയുന്ന അയ്യോ, ആ അഡ്വക്കേറ്റിന് ഇവന്റെ പേര് പോലും അറിയില്ല. ഇവൻ കാണിക്കുന്ന ജാട കണ്ടില്ലേ? അവൻ ഇന്ന് ഞാൻ അയ്യോ, എന്താ ഇത്? എന്തിനാ വൈ കരയരുത്. ടെൽ മീ. അനുവിനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? എന്താന്ന് വെച്ചാ 5 മാസത്തെ ശമ്പളം തരാനുണ്ട്. ഞങ്ങള് ആ കുട്ടിയുടെ കേസിൽ എങ്ങനെയെങ്കിലും ജയിച്ചെങ്കിലേ അനു എനിക്ക് ശമ്പളം തരുള്ളൂ. അതെങ്ങനെ? അതൊക്കെ ഓക്കെ. ഇനി നിന്റെ കേസല്ല, എന്റെ കേസാണ്. നീ ജയിക്കണം. അല്ല, നമ്മൾ ജയിക്കണം. നമ്മൾ ജയിക്കും. ചിരിക്കേ.